കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധം ഇന്ന് രാജ്യ തലസ്ഥാനത്ത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം. അമേരിക്കയിൽ നിന്നും പുറപ്പെട്ട CJP സ്ഥാപകൻ അഭിജിത്ത് ദീപക് രാവിലെ 8-ന് ഡൽഹിയിലെത്തും. സമരത്തിന് അനുമതി തേടിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഉരുൾ ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിൽ അതീവ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരത്തെ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം വിലയിരുത്താൻ KPCCയുടെ വിശാല നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഭാരവാഹികൾക്ക് പുറമെ MP-മാരും MLA-മാരും പങ്കെടുക്കും. പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ പിണറായി വിജയന്റെ ഗൺമാൻമാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. ജാമ്യം നൽകിയാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്ന് SIT. 5 പ്രതികളും സംസ്ഥാനം വിട്ടെന്ന് സൂചന. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ CPIM അനുകൂല സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ ഇന്നു മുതൽ ചോദ്യമുനയിലേക്ക്. പോരാളി ഷാജി ഉൾപ്പെടെ 4 ഗ്രൂപ്പ് അഡ്മിന്മാരുടെ മൊഴി SIT രേഖപ്പെടുത്തും. 3 ദിവസത്തിനകം ഹാജരാകണമെന്ന് നിർദ്ദേശം. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി ലെബനൻ. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ ലെബനനെക്കുറിച്ച് വിലപേശുന്നു എന്ന് പ്രസിഡന്റ് ജോസഫ് ഔൺ. ലെബനനിലെ വിഷയങ്ങളിൽ ഇടപെടാൻ ഇറാന് അധികാരമില്ല. ഹെസ്ബുള്ള ഇക്കാര്യം തിരിച്ചറിയണമെന്നും ഔൺ. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് നിർണായക ദിനം. 2020 നായക സ്ഥാനത്ത് നിന്നും സൂര്യകുമാറിനെ നീക്കുമോ എന്ന് ഇന്നറിയാം. 2 പരമ്പരകളുടെയും ഏഷ്യൻ ഗെയിംസ് ടീമിനെയും ഇന്ന് പ്രഖ്യാപിക്കും. വൈഭവിന്റെ അരങ്ങേറ്റത്തിന് കാത്ത് ആരാധകർ. സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ കിരീട പ്രതീക്ഷയുമായി ഇന്ത്യ. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശ് എതിരാളികൾ. മത്സരം വൈകിട്ട് 6:30 ഗോവയിൽ.